ഹലോ, മക്കളുടെ പേരെങ്ങനെയാ? പേരെന്നാ മോനെ? മുഹമ്മദ് റയാൻ. മോൻ്റെ പേരെന്നാ? മുഹമ്മദ് സൊഹ്റാൻ. ഇത് ആരുടെ കുട്ടികളാണ് ഉമ്മ? മകൻ്റെ കുട്ടികളാണ്. എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നേ? ഇവർക്ക് ജന്മനാന്ന് തന്നെ പറയാ, ജലദോഷമായിരുന്നു. വെറും തുമ്മലും കഫക്കെട്ടും അതന്നെ മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഇവന് ഇടക്ക് ഛർദി വരും, ഭക്ഷണം കഴിച്ചാലൊക്കെ ഛർദിക്കായിരുന്നു. ഫുഡിന്റെ അലർജി കൊണ്ടും ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ അലർജി ഉണ്ടായിരുന്നു. നല്ല അലർജി ആയിരുന്നു. ചെറുതായിട്ടൊന്നല്ല, നല്ല അലർജി ആയിരുന്നു. കാരണം സെട്രിസിൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ സെട്രിസിൻ റെസിസ്റ്റന്റ് ആയി തുടങ്ങി, കൊടുത്താൽ എഫക്റ്റ് ഇല്ലാണ്ടായി. അങ്ങനെയാണ് സാറിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞിട്ട് വരുന്നത്. ശരി, എന്തായാലും അൽഹംദുലില്ലാ ഇവിടെ എത്തിയപ്പോ വളരെ സന്തോഷമുണ്ട്. വളരെ ഗുണമാണ്. നന്നായിട്ട് കുറഞ്ഞു. എത്ര പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ടാവും? 80% എബോവ്. ഓക്കെ ഓക്കെ. മക്കളുടെ ബാക്കിയുള്ള അസുഖം കൂടി കുറയട്ടെ. നമ്മളിപ്പോൾ 1 മാസമേ ആയുള്ളൂ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. കൂടാതെ നമ്മളതിൻ്റെ ഇഞ്ചക്ഷൻസും 2 എടുത്തിരുന്നു അല്ലേ? ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന എടുത്തോട്ടാ? ഇല്ല, മുടുക്കന്മാരായിരുന്നു അല്ലേ? 2 പേർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ശരി. ആ ഇൻഹേലർ മരുന്നും എടുക്കുന്നുണ്ടായിരുന്നല്ലോ? തീർന്നു. പ്രോബയോട്ടിക്സ്. ഇപ്പോൾ വയറിൻ്റെ നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടാനായിട്ട് പ്രോബയോട്ടിക്സ് കൊടുത്തിരുന്നു. ഓക്കെ. പിന്നെ ശരി, കുറച്ചുകൂടി ഉണ്ട്. മരുന്നുകളെല്ലാം കുറച്ച് നാളത്തേക്കും കൂടി എടുക്കണം. നമുക്ക് അലർജി പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം ഇമ്മ്യൂണോതെറാപ്പി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മളിപ്പം ബാക്കിയുള്ള മരുന്നിലാണ് ഇത്രയും എഫക്റ്റ് വന്നിരിക്കുന്നത്. ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് അലർജി പൂർണ്ണമായിട്ടും മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിന് പൂർണ്ണമായിട്ടും മാറ്റം ഉണ്ടാകും കേട്ടോ. നമുക്ക് ഈ മരുന്നുകളില്ലാതെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇവനായിരുന്നു ഛർദി പ്രശ്നങ്ങളൊക്കെ അല്ലേ? ഈ ഛർദി തിക്കായിട്ടുള്ള കഫായിരുന്നു, എപ്പോഴും കഫ. ഞാൻ ചോദിക്കുന്നുണ്ട് ഇവരോട്, നിങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അത്രയും കട്ടിയായിട്ടാ വരെ എപ്പോഴും. വെറും കഫക്കെട്ടിന്റെ പ്രശ്നം തന്നെ. ആന്റിബയോട്ടിക് കൊടുക്കാത്ത സമയമില്ല, അത്രയും ആന്റിബയോട്ടിക്. നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ചുവന്ന തിണർത്ത് വരികയും അൾസറായിട്ട് വരികയും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇവന് ഛർദി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇത് ലങ്സിനുള്ളിലും ചെറിയ കഫക്കെട്ട്, ചെറിയ രീതിയിലുള്ള മുറിവുകളായിട്ട് തന്നെ ഉണ്ടാകും. ഉള്ളിൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് അതിനെയാണ്. ഈ ഐറ്റിസ് എന്ന് പറയുന്ന എല്ലാം അലർജി കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും മാറട്ടെ. ഒത്തിരി സന്തോഷം. അസുഖമാണ്. നമ്പർ ഒന്ന് പറയാമോ? 730 308. ഓക്കെ.